എല്ലാവർക്കും നമസ്കാരം. 8th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ മിറേഴ്സിൻ്റെ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. പ്ലെയിൻ മിറർ കണ്ടു, അതുപോലെ തന്നെ സ്പെറിക്കൽ മിറേഴ്സ് കണ്ടു. ഇല്ലേ, രണ്ട് തരത്തിലുള്ള സ്പെറിക്കൽ മിറേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. കോൺകേവ് മിററും കോൺവെക്സ് മിററും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്കിനി പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ പഠിച്ചു നിർത്തിയത് ഇവിടം വരെയാണ്. അതായത് കോൺകേവ് മിററും കോൺവെക്സ് മിററും അല്ലേ, എങ്ങനെയാണ് ഇവിടെ ഇമേജ് ഉണ്ടാകുന്നത്, അതായത് ഏത് സർഫസിലാണ് അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ്. കോൺകേവിൻ്റെ ആവുകയാണെങ്കിൽ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറഞ്ഞാൽ ഈ പോർഷനാണ്. കോൺവെക്സിൻ്റെ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഈ ഒരു പോർഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു എന്താണ്, ഒരു സ്പിയറിൻ്റെ ഭാഗമാണ് ഒരു സ്പെറിക്കൽ മിറേഴ്സ് എന്ന് കണ്ടായിരുന്നു അല്ലേ. നമ്മളൊരു സ്പിയർ എടുത്തിട്ടില്ല, ഇങ്ങനെ ഒരു സ്പിയർ എടുത്തിട്ട് അതിൻ്റെ ഭാഗം ഇല്ല, ഈ ഒരു ഭാഗം നമ്മൾ എടുത്തു, അതുപോലെ ഈ ഒരു ഭാഗം എടുത്തു ഇല്ലേ. അങ്ങനെയല്ലേ നമ്മൾ കോൺവെക്സും കോൺകേവും വാക്കിയത്. അപ്പോൾ ഈ ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ അതെന്താണ്, കോൺവെക്സ് ആവും അല്ലേ. കോൺവെക്സ് എന്ന് നമുക്ക് എടുക്കാം. ഈ ഒരു ഭാഗമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്താണ്, കോൺകേവ് എന്ന് നമുക്ക് എടുക്കാം. മനസ്സിലായല്ലോ. അപ്പോൾ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു സ്പിയറിൻ്റെ പോർഷൻ അല്ലെങ്കിൽ സ്പിയറിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ സ്പിയറിൻ്റെ കേന്ദ്രത്തിനെ നമ്മളൊരു പേര് പറയും. ഇതുകൊണ്ടല്ലേ ഈ സ്പിയർ ഉണ്ടല്ലോ, ഈ സ്പിയറിൻ്റെ കേന്ദ്രം ഇത് ഞാൻ ഒരു സ്പിയർ എടുത്തു കഴിയുമ്പം ഇത് കോൺവെക്സും ആവുന്നുണ്ട്, ഇത് കോൺവേവ് ആവുന്നുണ്ട്. അപ്പോൾ അതിനെന്താണ്, ഒരു സെൻറ്റർ ഉണ്ട്. ആ സെൻറ്ററിനെ നമ്മളൊരു പേര് പറയും, സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയും. കേട്ടോ, നോക്കുക, സെൻറ്റർ ഓഫ് കർവേച്ചർ, അതായത് വക്രതാകേന്ദ്രം എന്ന് പറയും കേട്ടോ. ദ സെൻറ്റർ ഓഫ് ദിസ് സ്പിയർ ഈസ് കോൾഡ് എ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഡയഗ്രത്തിൽ നോക്കിയേ, സി ആണ് കേട്ടോ. സെൻറ്റർ ഓഫ് കർവേച്ചറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സി വെച്ചിട്ടാണ് കേട്ടോ, മനസ്സിലാക്കുക. അപ്പം മിറർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഹയർ ക്ലാസ്സുകളിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് ആണ് കേട്ടോ 8ാം ക്ലാസ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കി പോവുക. 10th ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബേസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ മനസ്സിലായല്ലോ, സെൻറ്റർ ഓഫ് കർവേച്ചർ ഇല്ലേ. ഗോളത്തിൻ്റെ സ്പിയറിൻ്റെ കേന്ദ്രത്തിനെ നമ്മൾ പറയും സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയും. അപ്പോൾ അതിനെ നമ്മൾ സി വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ മനസ്സിലാക്കണം. സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, സി വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഗോളം ഉണ്ടല്ലോ, സ്പിയറിന് നമുക്കറിയാം റേഡിയസ് ഉണ്ടല്ലേ. റേഡിയസിനെ നമ്മൾ പറയുന്ന റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയും. കർവേച്ചർ ആണല്ലോ, വക്രതയാണല്ലോ. അപ്പോൾ അതിനെ പറയുന്ന റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയും. എന്തിനാ, റേഡിയസിനെ നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് ക്യാപിറ്റൽ R വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സെൻറ്റർ ഓഫ് കർവേച്ചറിനെ ക്യാപിറ്റൽ C വെച്ചും റെപ്രസെൻറ്റ് ചെയ്യും. ഈ ഫിഗറിൽ നോക്കിയേ, ഫിഗറിൽ ഏതൊക്കെ ഏതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ ഏതൊക്കെയാണ് എന്താ നോക്കിയത്. സി എന്ന് പറഞ്ഞിരിക്കുന്ന റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. CB എന്ന് പറഞ്ഞ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. CP എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചറിന് ഏതാണ്, ക്യാപിറ്റൽ R. ഇതെല്ലാം ക്യാപിറ്റൽ R ആണ് കേട്ടോ. റേഡിയസ് ഓഫ് കർവേച്ചറിനെ ക്യാപിറ്റൽ R വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സെൻറ്റർ ഓഫ് കർവേച്ചറിനെ ക്യാപിറ്റൽ C വെച്ചും റെപ്രസെൻറ്റ് ചെയ്യും. മനസ്സിലായല്ലോ. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വെച്ചാൽ ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നത്, സെൻറ്റർ ഉണ്ടല്ലോ, ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്നും എന്താണ് അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ടല്ലോ, പ്രതിപതന തലം, അങ്ങോട്ടുള്ള അകലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്നും ഈ മിറർ ഉണ്ടല്ലോ, മിററിലേക്ക് ഒരു രേഖ വരച്ച ഒരു ലൈൻ വരച്ചാൽ അതെങ്ങനെയായിരിക്കും, ആ മിററിന് അങ്ങനെ ലംബമായിട്ടായിരിക്കും, പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. കണ്ടില്ലേ, നമ്മൾ ഇവിടുന്ന് ഒരു സെൻറ്റർ ഓഫ് കർവേച്ചർ എന്താ ഇങ്ങോട്ട് നമ്മളൊരു ലൈൻ വരച്ചു, അതിങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ആ മിററിന് പെർപെൻഡിക്കുലർ ആയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അതെവിടെ എഴുതിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. എന്താണ്, ദിസ് ഈസ് എ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ടു ദ ഇമേജ് സർഫസ് ഓഫ് ദ സ്പെറിക്കൽ മിറർ. ഏതാണ്, റേഡിയസ് ഓഫ് കർവേച്ചർ കേട്ടോ. റേഡിയസ് ഓഫ് കർവേച്ചർ എന്താണ്, ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് കർവേച്ചർ കേട്ടോ. മനസ്സിലാക്കുക, സെൻറ്റർ ഓഫ് കർവേച്ചർ എവിടെയാണ്, സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്നും ആ മിററിൻ്റെ അല്ലേ, സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്നും ആ മിററിൻ്റെ എന്താണ് ആ റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ടല്ലോ, അങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. If a line is drawn from the center of curvature to the mirror, it will be perpendicular to the mirror. ഇല്ലേ, സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്നും ആ മിററിലേക്ക് നമ്മൾ ലൈൻ വരച്ചത് എങ്ങനെയായിരിക്കും, പെർപെൻഡിക്കുലർ ടു ദ മിറർ, മിററിന് ലംബമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞതാ ഇങ്ങനെ സ്പിയർ വരച്ച് കഴിയുമ്പോൾ എന്താണെന്ന് നോക്കിയാൽ, നമ്മൾ ഏതാണ് ഇത്രയും ഭാഗമാണ് നമ്മൾ എന്താണ് എടുക്കുന്നത്, റിഫ്ലക്റ്റിംഗ് സർഫസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്. അപ്പം ഈ സ്പിയറിന്റെ കേസിൽ എങ്ങനെയാണ് ഈ റിഫ്ലക്റ്റിംഗ് സർഫസ് എങ്ങനെയാണ്, സർക്കുലർ ഷേപ്പിലല്ലേ വരുന്നത്, വൃത്താകൃതിയിലല്ലേ വരുന്നത്. അപ്പം ഇതിൻ്റെ ഈ വൃത്താകൃതിയിലുള്ള ഈ വ്യാസത്തിനെ നമ്മളൊരു പേര് പറയും. ഇതിനെ പറയുന്ന പേരാണ് അപ്പേച്ചർ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പേച്ചർ എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. അതായത് ആ റിഫ്ലക്റ്റിംഗ് സർഫസ്, അത് നമ്മൾ സ്പെറിക്കൽ മിറർ ആണ്, അതിൻ്റെ വൃത്താകൃതിയിലുള്ള റിഫ്ലക്റ്റിംഗ് സർഫസ് ഏതാണ്, വൃത്താകൃതിയിലുള്ള എങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ്, അതിൻ്റെ ആ വ്യാസത്തെ നമ്മൾ പറയുന്നത്, എന്തോരമാണ് ആ റിഫ്ലക്റ്റിംഗ് സർഫസ്, ആ വ്യാസത്തിനെ നമ്മൾ പറയുന്ന പേരാണ് അപ്പേച്ചർ എന്ന് പറയും. മനസ്സിലാകുന്നല്ലോ. അതുപോലെ തന്നെ ഈ റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ടല്ലോ, ഈ റിഫ്ലക്റ്റിംഗ് സർഫസിന് ഈ മിഡിൽ പോയിന്റ്
നമ്മൾ എടുക്കുമോ? ഞാൻ പറഞ്ഞില്ലേ ഒരു സ്പിയർ ആണ്, നമ്മൾ പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സ്പിയർ ആണ്, ഈ സ്പിയറിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ്. അപ്പോൾ ഇതാ നോക്കിയേ, ഇതേതാണ് കോൺവെക്സ് മിറർ ആണ് അല്ലേ? അതായത് ഇവിടെ ഇങ്ങനെ വരച്ചാൽ എന്താണ് കോൺകേവ് മിറർ ആണ്. ഈ ഭാഗം കോൺവെക്സും ആണ്, ഈ ഭാഗം കോൺകേവ് ആണ്. അപ്പോൾ അതാ സെന്റർ ഓഫ് കർവേച്ചർ ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ റേഡിയസ് അല്ലേ, ഇത് റേഡിയസും ഇങ്ങോട്ടും കോൺകേവിന്റെ കേസ് ഇത് കോൺകേവ് ആയിട്ട് വരും കേട്ടോ, ഇത് കോൺവെക്സ് ആയിട്ട് വരും. മനസ്സിലായല്ലോ? അപ്പം എന്താ ഇത്രയും പോർഷൻ ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും പോർഷനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്, അപ്പേച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ദെൻ ഈ അപ്പേച്ചർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്താണ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഇത്രയും വരില്ല, അതിൻ്റെ മിഡിൽ പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് പോൾ എന്ന് പറയും. പോൾ, POLE, പോൾ എന്നാണ് പറയുന്നത്. ക്യാപിറ്റൽ P വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ഈ പോളും അതുപോലെ തന്നെ സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. ഈ പോളും അതുപോലെ തന്നെ സെന്റർ ഓഫ് കർവേച്ചറിനെ കൂടെ കണക്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. അത് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. മനസ്സിലാവുന്നല്ലോ? അപ്പോൾ അങ്ങനെ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതൊരു ഇമാജിനറി ലൈനാണ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ്, ഈ ലൈനെ നമ്മൾ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയും കേട്ടോ. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയും. അത് സെന്റർ ഓഫ് കർവേച്ചറിനെയും പോളിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ ആണല്ലോ? അതായത് കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. നോക്കിയേ, ദ ഡയമീറ്റർ ഓഫ് ദ സർക്കുലർ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് എ സ്പെറിക്കൽ മിറർ ഈസ് കോൾഡ് അപ്പേച്ചർ. കണ്ടല്ലേ? ഇതല്ലേ ഇതിന്റെ ഈ ഒരു പോർഷനെ നമ്മൾ പറയുന്ന പേരാണ് അപ്പേച്ചർ. ദ മിഡ് പോയിന്റ് ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കോൾഡ് പോൾ. ഇതല്ല റിഫ്ലക്റ്റിംഗ് സർഫസ്, അതിന്റെ മിഡ് പോയിന്റ് ഇതാ ഇവിടെയും വരും കേട്ടോ. മിഡ് പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് പോൾ എന്ന് വരും. ഇനി ഇമാജിനറി ലൈൻ കണക്ടിങ് ദ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ദ പോൾ ഓഫ് എ മിറർ ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ആക്സിസ്. അല്ലേ? സെന്റർ ഓഫ് കർവേച്ചറും പോളും ഉണ്ട്. അപ്പൊ അതിനെ കണക്ട് ചെയ്യുന്ന ആ ഒരു ഇമാജിനറി ലൈൻ എന്നാണ് കേട്ടോ. ശരിക്കും സാങ്കല്പിക രേഖയാണ്. അപ്പൊ അതിനെ കണക്ട് ചെയ്യുന്ന ആ സാങ്കല്പിക രേഖയെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ ആണല്ലോ? അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഒരു സ്പെറിക്കൽ മിററിനെ സംബന്ധിച്ചോളം എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ കേട്ടോ. ഇതാണ് അതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ നിന്ന് റിഫ്ലക്റ്റിംഗ് സർഫസിലേക്കുള്ള ആ ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് പറയും, റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പോൾ സെന്റർ ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ. പിന്നെ എന്താണ് ആ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ ആ ഡയമീറ്ററിനെ നമ്മൾ എന്താണ് പറഞ്ഞ്, അപ്പേച്ചർ എന്ന് പറയും ഇല്ലേ? അപ്പേച്ചർ എന്ന് പറയും. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ മിഡിൽ പോയിന്റ്, ആ മിഡിൽ പോയിന്റിനെ നമ്മൾ എന്താണ് പറയുന്നത്, പോൾ എന്ന് പറയും. പിന്നെ എന്താണ് ഈ സെന്റർ ഓഫ് കർവേച്ചറും അതുപോലെ തന്നെ പോളിനെയും കണക്ട് ചെയ്യുന്ന ആ ലൈനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇത്രയും കാര്യങ്ങൾ കേട്ടോ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ പേരുകൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. ഏതാണ് പ്രിൻസിപ്പൽ ആക്സിസ്, ഏതാണ് പോള്, ഏതാണ് സെന്റർ ഓഫ് കർവേച്ചർ, ഏതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് റിഫ്ലക്ഷൻ ഇൻ സ്പെറിക്കൽ മിറേഴ്സ്. സ്പെറിക്കൽ മിറേഴ്സിൽ എങ്ങനെയാണ് റിഫ്ലക്ഷൻ നടക്കുന്നത്? നമുക്ക് പ്ലെയിൻ മിറർ അല്ലെ, നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി ഉണ്ടല്ലോ, അത് പ്ലെയിൻ മിററാണ്. അപ്പോൾ പ്ലെയിൻ മിററിന്റെ കേസിൽ എങ്ങനെയാണ് റിഫ്ലക്ഷൻ നടക്കുന്നതെന്ന് നമുക്കറിയാം. അങ്ങനെയാവുകയാണെങ്കിൽ സ്പെറിക്കൽ മിറേഴ്സിന്റെ കേസിൽ എങ്ങനെയാണ് റിഫ്ലക്ഷൻ നടക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അതിനു വേണ്ടിയുള്ള ഒരു ആക്ടിവിറ്റിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഒരു എക്സ്പെരിമെന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു കോൺകേവ് മിറർ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു കോൺകേവ് മിറർ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ സെന്റർ കേട്ടോ, നമ്മുടെ സെന്റർ അടയാളപ്പെടുത്തി ദെൻ പിന്നെന്താണ് ഒരു പൊട്രാക്ടർ വെച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ ഒരു കാർഡ്ബോർഡിലേക്ക് മിററിൻ്റെ ഒരു ഹാഫ് പോർഷൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പൊട്രാക്ടർ വെച്ചു. എന്നിട്ട് പൊട്രാക്ടറിൽ നമ്മൾ എന്താ നോക്കിയേ, ഒരു പർട്ടിക്കുലർ ആംഗിൾ, ഇതാണ് റേ ഓഫ് ലൈറ്റ്, ഒരു ലേസർ ടോർച്ച് വല്ലതും ഉപയോഗിച്ചിട്ട് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ അതെന്താണ് റേ ഓഫ് ലൈറ്റ് അവിടെ അങ്ങോട്ട് വിട്ടു, ആ മിററിലേക്ക് വിട്ടു. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, റിഫ്ലക്ഷൻ നടക്കും. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതാണ് ബി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയേ, ഈ രണ്ട് ആംഗിളോട് നമ്മൾ മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ രണ്ട് ആംഗിളും എങ്ങനെയായിരിക്കും, സെയിം ആയിരിക്കും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഞാനിപ്പം ഇതിങ്ങനെ അടിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കാൻ വേണ്ടി വേറെ ഒരു രീതിയിൽ കാണിച്ചു തരാം. നമ്മൾ കോൺകേവ് മിററാണ് എടുത്തത്. ഇതാണ് നമ്മുടെ കോൺകേവ് മിറർ കേട്ടോ, ഇങ്ങനെ കോൺകേവ് മിറർ. അപ്പോൾ നോക്കി ഇവിടെ നമ്മുടെ സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട് കേട്ടോ. പിന്നെ എന്താണ് ഇവിടെ പോളുണ്ട്. നിങ്ങളിങ്ങനെ മിററിന്റെ റേഡിയോഗ്രാം വരയ്ക്കാൻ ഇത് ആദ്യമേ മിറർ വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ അടയാളപ്പെടുത്തിക്കണം. സെന്റർ ഓഫ് കർവേച്ചർ, പോളും അടയാളപ്പെടുത്തണം. എന്നിട്ട് എന്താണ് ഒരു പർട്ടിക്കുലർ റേ ഓഫ് ലൈറ്റ് നമ്മൾ ഇങ്ങനെ ഈ പോയിന്റിലേക്ക് അങ്ങ് വന്ന് വീഴിക്കുകയാണ്. മനസ്സിലാവുന്നല്ലോ, ഈ പോയിന്റിലേക്ക് വന്ന് വീഴും. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ ഇതെല്ലാം നോർമൽ എന്ന് പറഞ്ഞാൽ നേരെ വരയ്ക്കുന്ന നോർമൽ, ഈ പ്രിൻസിപ്പൽ ആക്സിസിനെ നമ്മൾ നോർമൽ ആക്കി എടുത്തു. അപ്പോൾ ഈ നോർമലും ഈ റേക്ക് എന്താ പറയുന്നത്, വന്ന് വീഴുന്ന റേക്ക് നമ്മൾ ഇൻസിഡന്റ് റേ എന്ന് പറയും. ഇൻസിഡന്റ് റേയും നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമ്മൾ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. അതിനെ സ്മോൾ ആയി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് സ്മോൾ ആയി എന്ന് പറയും. അതായത് നോർമലിനും അതുപോലെ തന്നെ ഇൻസിഡന്റ് റേക്കും ഇടയിലുണ്ടാകുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വന്ന് വീണു. ഇപ്പോൾ സപ്പോസ് AB എന്ന് പറഞ്ഞിരിക്കുന്ന റേ ഇവിടെ വന്ന് വീണു.
മനസ്സിലായല്ലോ? അപ്പൊ ഇത് മിറർ അല്ല, അപ്പൊ എന്ത് സംഭവിക്കും? ഇതിവിടെ തട്ടിയേച്ച് എന്ത് സംഭവിക്കും? നേരെ റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോകും. അതായത് BC എന്ന് പറയുന്ന റേ ആയിട്ട് റിഫ്ലക്ട് ചെയ്ത് പോകും. അപ്പം ഈ നോർമലും ഇത് റിഫ്ലക്റ്റർ റേ ആണല്ലോ, BC എന്ന് വെച്ചാൽ റിഫ്ലക്റ്റർ റേ ആണ്. അപ്പൊ അത് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയും. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ സ്മോൾ r വെച്ച് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പറഞ്ഞിരിക്കുന്ന നോർമലും ഇൻസിഡന്റ് റേയും, അതായത് വന്ന് വീഴുന്ന റേ ഉണ്ടല്ലോ, പ്രതിപദിക്കുന്ന റേ ഉണ്ടല്ലോ, അത് പതനകോൺ എന്നാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അതും അതുപോലെ തന്നെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, അതായത് പ്രതിപതന കോണും നമ്മൾ മെഷർ ചെയ്യുക പ്രൊട്രാക്ടർ ഉപയോഗിച്ച്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I എന്ന് പറഞ്ഞിരിക്കുന്നു, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ R എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായ പറഞ്ഞത്? അതായത് ഇപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ 30 വെച്ചു, അപ്പൊ ഇവിടെ കിട്ടുന്ന ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയായിരിക്കും? 30 ഡിഗ്രി തന്നെയായിരിക്കും വരുന്നത്. 40 വെക്കുവാണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ത് തന്നെയായിരിക്കും? നമുക്ക് 40 ഡിഗ്രി തന്നെ കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ ആ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എക്സ്പെരിമെന്റിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 വരുവാണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്ര തന്നെയായിരിക്കും? 30 ഡിഗ്രി തന്നെയായിരിക്കും. അത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 40 വരുവാണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60 ആവുകയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്ര തന്നെയായിരിക്കും? 60 ഡിഗ്രി തന്നെയായിരിക്കും. അതായത് പതനകോണും പ്രതിപതനകോണും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? പതനകോണും പ്രതിപതനകോണും തുല്യമാണ്. അപ്പം ഇവിടെ ഓർക്കേണ്ട അടുത്തൊരു പോയിന്റാണ്, പഠിക്കേണ്ട ഒരു പോയിന്റാണ് സ്പെറിക്കൽ മിറേഴ്സിന്റെ കേസിൽ കേട്ടോ. സ്പെറിക്കൽ മിറേഴ്സിന്റെ കേസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതായത് പതനകോൺ, അതുപോലെ തന്നെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ പ്രതിപതനകോൺ, അത് രണ്ടും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് തന്നെയാണ് കേട്ടോ. ഇൻ സ്പെറിക്കൽ മിറേഴ്സ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ ആണല്ലോ? അപ്പൊ ഇപ്പൊ നമ്മൾ കോൺകേവ് മിറർ ഉപയോഗിച്ചല്ലേ, അതുപോലെ തന്നെ കോൺവെക്സ് മിറർ ഉപയോഗിച്ച് ചെയ്താൽ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും. ആംഗിൾ ഓഫ് ഇൻസിഡൻസും എങ്ങനെയായിരിക്കും? ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ സ്പെറിക്കൽ മിറേഴ്സിന്റെ കേസിൽ നമുക്ക് എന്ത് പറയാം? ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് നമുക്ക് പറയാം ഇൻ സ്പെറിക്കൽ മിറേഴ്സ്. മനസ്സിലായല്ലോ? അപ്പൊ അത് പോയിന്റ് ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. സ്പെറിക്കൽ മിറേഴ്സിന്റെ കേസ് നമ്മളിപ്പോൾ 1-2 കാര്യങ്ങൾ പറഞ്ഞു ഇല്ലേ? പേരുകൾ കണ്ട്, സെന്റർ ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ, അതുപോലെ തന്നെ അപ്പേച്ചർ, പിന്നെ എന്താണ് പോള്, പ്രിൻസിപ്പൽ ആക്സിസ് ഒക്കെ പറഞ്ഞു. അത് ബേസ് ആണ്, അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് വെച്ചിട്ടാണ് നമ്മളിനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എങ്ങനെയാണ് ഈക്വൽ ആണെന്നും കണ്ടു. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് പ്രിൻസിപ്പൽ ഫോക്കസും കേട്ടോ. പ്രിൻസിപ്പൽ ഫോക്കസും ഫോക്കൽ ലെങ്തും കേട്ടോ. അതൊക്കെ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും, ചിലപ്പോൾ ചെറുത് പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഇൻ കേസ് എന്താണേലും കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്ത് പോവുക. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഹയർ ക്ലാസ്സുകളിലേക്കുള്ള ബേസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് ഫോക്കൽ ലെങ്ത് ഇൻ സ്പെറിക്കൽ മിറേഴ്സ്. സ്പെറിക്കൽ മിറേഴ്സിന്റെ കേസിൽ പ്രിൻസിപ്പൽ ഫോക്കസ്, മുഖ്യ ഫോക്കസ് എന്ന് പറയും കേട്ടോ. അതുപോലെ തന്നെ ഫോക്കൽ ലെങ്ത് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഇതാ ഇവിടെ എന്താണ് എടുത്തിരിക്കുന്നത്? ഇത് ഏത് മിററാണ്? കാണുമ്പോൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. ഇതാ ഇങ്ങനെ വരയിട്ടിരിക്കുന്നത് അതിന്റെ റഫ് സർഫസിനെയാണ് കേട്ടോ. റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഏത് മിററാണ്? കോൺകേവ് മിററാണ്. മിറർ കാണുമ്പോഴേ ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതെന്താണ്? കോൺകേവ് മിററാണ്. ഇവിടെ ഒരു കോൺകേവ് മിറർ. അപ്പൊ നിങ്ങൾ ഒരു റേ ഡയഗ്രം, ഇതിനെ പറയുന്ന പേര് റേ ഡയഗ്രം എന്നാണ് കേട്ടോ. റേ ഡയഗ്രം എന്ന് പറയും. അപ്പോൾ റേ ഡയഗ്രം ഒക്കെ വരയ്ക്കാൻ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ റേ ഡയഗ്രം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങളിങ്ങനെ മിറർ വരയ്ക്കുക. ഏതാണോ, കോൺവെക്സ് ആണോ കോൺകേവ് ആണോ, അത് ആദ്യമേ വരയ്ക്കുക. പിന്നെ എന്താണ്? അതാ നമുക്ക് സെന്റർ ഓഫ് കർവേച്ചർ. ഇതാ ഇവിടെ കണ്ടില്ലേ, സെന്റർ ഓഫ് കർവേച്ചർ അടയാളപ്പെടുത്തുക കേട്ടോ. പിന്നെ എന്താണ്? ഇതാ നോക്കിയേ, പോള്. ഈ പോളും അടയാളപ്പെടുത്തുക. പിന്നെ അത് കണക്ട് ചെയ്തിട്ട് ഏതാണ് ഈ ലൈനെ നമ്മൾ എന്താ പറയുന്നത്? പ്രിൻസിപ്പൽ ആക്സിസ്. ആ പ്രിൻസിപ്പൽ ആക്സിസും വരയ്ക്കുക. ആദ്യമേ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ആദ്യമേ മിറർ വരയ്ക്കുക, സെന്റർ ഓഫ് കർവേച്ചർ അടയാളപ്പെടുത്തുക, പോൾ അടയാളപ്പെടുത്തുക, അത് കണക്ട് ചെയ്തിട്ട് പ്രിൻസിപ്പൽ ആക്സിസും വരയ്ക്കുക. ഓക്കെ ആണല്ലോ? ഇതാ ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കിയേ, കുറേ റേസ്. ഈ കുറേ റേസ് എങ്ങനെയാണ് വന്ന് വീഴുന്നത്? പാരലൽ. ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ് കേട്ടോ. ഞാൻ ഈ ബ്ലൂവിൽ കൊടുത്തിരിക്കുന്നതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് 1-2 റേ ആണോ വരുന്നത്? കുറേ റേ അല്ലേ? കുറേ റേ ഇങ്ങനെ വരുവാണ്. ദാ ഇതൊരു റേ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ തട്ടിയേച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്? ദാ ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അടുത്ത റേ ഇതാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ട് അത് തിരിച്ചു വരുന്ന എല്ലാം കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ദാ ഇവിടെ ഒരു കോമൺ പോയിന്റിലാണ്. അല്ലേ? എത്ര റേസ് ഉണ്ടെങ്കിലും കേട്ടോ, എത്ര റേസ് ഉണ്ടെങ്കിലും ഈ പ്രിൻസിപ്പൽ ആക്സിന് പറയുന്ന കാര്യം നോട്ട് ചെയ്യുക കേട്ടോ. അല്ലെ കൃത്യമായിട്ട് കേൾക്കുക.
പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ കേട്ടോ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ് എല്ലാ റേസും വന്ന് വീഴുന്നതെങ്കിൽ അത് ആഫ്റ്റർ റിഫ്ലക്ഷൻ, ഇവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കും? റിഫ്ലക്ഷൻ എല്ലാം ഇങ്ങനെ ഇവിടെ വരുമ്പോൾ റിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. പക്ഷെ ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം അതെല്ലാം എങ്ങനെയാണ് അത് തിരിച്ചു പോകുന്നത്? എങ്ങനെയാണ്? സെയിം ഒരു പോയിന്റിൽ കൂടി ആയിരിക്കും അത് കടന്നു പോകുന്നത്. സെയിം പോയിന്റിൽ ഈ റേ ഒക്കെ വരയ്ക്കുമ്പോൾ ആരോ മാർക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം അത് സെയിം പോയിന്റിൽ കൂടി ആയിരിക്കും കടന്നു പോകുന്നത്. ഈ പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയും. പ്രിൻസിപ്പൽ ഫോക്കസ് എഫ് എന്നാണ് കേട്ടോ, ക്യാപിറ്റൽ എഫ് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെങ്കിൽ സിംപിളി നമ്മൾ ഫോക്കസ് എന്ന് പറയും. ഫോക്കസ്, ഈ ഫോക്കസിലായിരിക്കും എന്തുണ്ടാകുന്നത്? ഇമേജ് ഉണ്ടാകുന്നത്. ഇമേജ് ഇല്ലേ, നമ്മൾ കാണുന്ന ഇമേജ് ഇല്ലേ, ആ ഇമേജ് ഉണ്ടാകുന്നത് എവിടെയാണ്? ഈ ഫോക്കസിലാണ് ഇമേജ് ഉണ്ടാകുന്നത്. വസ്തുവിന്റെ ഇമേജ് നമ്മൾ കാണുന്നത് എവിടെയാണ്? ഈ ഫോക്കസിലാണ്. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പൊ എന്ത് പറയാം, നമ്മളിവിടെ കണ്ട കോൺകേവിന്റെ കേസിലാണ് അല്ലേ. അപ്പൊ കോൺകേവ് മിററിന് ഈ എന്താണ് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് സമാന്തരമായിട്ട് പതിക്കുന്ന എല്ലാ രശ്മികളും റേ ഓഫ് ലൈറ്റും എങ്ങനെയാണ്? റിഫ്ലക്ഷന് ശേഷം എന്താണ് ഈ പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു പോയിന്റിൽ കൂടെ, ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. ഈ ബിന്ദുവിനെയാണ് നമ്മൾ മുഖ്യ ഫോക്കസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയാലോ? അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുക, മനസ്സിലാക്കുന്നതല്ല പഠിക്കുക. അപ്പം റേ ഡയഗ്രം, കോൺകേവ് മിററിന്റെ റേ ഡയഗ്രം വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ വരയ്ക്കണം കേട്ടോ. ഫോക്കസിലൂടെ ഇമേജ് പോകുന്നെന്ന് കാണിക്കാൻ പറഞ്ഞ ഈ ഒരു രീതിയിൽ തന്നെ വരയ്ക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹോൾഡ് എ കോൺകേവ് മിറർ ഫേസിംഗ് ദ സൺ ഓൺ ദ സണ്ണി ഡേ, ക്യാൻ യു റിഫ്ലക്ട് ദ റേസ് ഓൺ ടു ദ ഷീറ്റ് ഓഫ് എ പേപ്പർ. ഒരു പേപ്പറിലേക്ക് റിഫ്ലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഡോണ്ട് യു സീ ഓൾ ദ റിഫ്ലക്ട് റേസ് കൺവേർജ് ടു എ സിംഗിൾ പോയിന്റ്. എല്ലാ റേസും കൂടെ ഒരു സിംഗിൾ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നത് കാണാം. ദ റേസ് ദാറ്റ് ഫോൾ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആർ വൺസ് ദാറ്റ് ഗെറ്റ് ഫോക്കസ്ഡ് ടു ദ പോയിന്റ്. അതായത് മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പതിക്കുന്ന എല്ലാ രശ്മികളും എങ്ങനെയാണ്? ഒരൊറ്റ ഒരു ബിന്ദുവിലേക്കാണ് ഇവിടെ കേന്ദ്രീകരിക്കുന്നത് കേട്ടോ. അതാ നോക്കിയത്. റേസ് ദാറ്റ് ഫോൾ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആർ ദ വൺസ് ദാറ്റ് ഗെറ്റ് ഫോക്കസ്ഡ് ടു ദിസ് പോയിന്റ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ആ പോയിന്റിനെ നമ്മൾ എന്ത് പറയും? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയും. എഴുതിയിട്ടുണ്ട് കേട്ടോ. കോൺകേവ് മിറർ, ദ ലൈറ്റ് റേസ് ദാറ്റ് fall parallel to the principal axis passes through a particular point on the principal axis after reflection. This point is called principal focus of the concave mirror. പഠിക്കോട്ടെ. പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ എന്ന് ചോദിച്ചാൽ ഇത്രയും എഴുതണം. അപ്പോൾ കോൺകേവ് മിററിന്റെ കേസിൽ ലൈറ്റ് റേസ് ദാറ്റ് ഫോൾ പാരലൽ, ഇത് കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. Parallel to the principal axis passes to the particular point on the principal axis after reflection. അതായത് ഒരു കോൺകേവ് ദർപ്പണത്തിൽ മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പതിക്കുന്ന എല്ലാ പ്രകാശരശ്മികളും റിഫ്ലക്ഷന് ശേഷം, പ്രതിപതനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലുള്ള ഒരു പ്രത്യേക ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. ഈ ബിന്ദുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെങ്കിൽ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ദാറ്റ് ഈസ് എ ഫോക്കസ്. ഇനി ഈ ഫോക്കസും കേട്ടോ, ഈ ഫോക്കസ് ഇതാണ് നമ്മുടെ ഫോക്കസ്. ഈ ഫോക്കസും അതുപോലെ തന്നെ മിറർ, ഇതല്ലേ മിറർ, ഈ മിററും തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പേര് പറയുന്നത്. അതായത് ഫോക്കൽ ലെങ്ത് എന്ന് പറയും കേട്ടോ. ഫോക്കൽ ലെങ്ത്, ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്തിനെ നമ്മൾ സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഹെഡിങ് കണ്ടില്ല എന്നാ, പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് ഫോക്കൽ ലെങ്ത് എന്നല്ലേ കണ്ടത്. അപ്പൊ പ്രിൻസിപ്പൽ ഫോക്കസ് നമ്മൾ മനസ്സിലാക്കി. ആ പ്രിൻസിപ്പൽ ഫോക്കസ് മിററും, അതായത് ഇപ്പോൾ കണ്ടില്ലേ, ഈ മിററും തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോക്കൽ ലെങ്ത് എന്ന് പറയും. ഫോക്കൽ ലെങ്ത് ആണ്. അത് സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ദ മിറർ, ദാറ്റ് ഈസ് നോൺ ആസ് എ ഫോക്കൽ ലെങ്ത്, അല്ലെങ്കിൽ ഫോക്കസ് ആൻഡ് ദ പോൾ അങ്ങനെയും പറയാം കേട്ടോ. ദാറ്റ് ഈസ് നോൺ ആസ് എ ഫോക്കൽ ലെങ്ത്. അത് സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ കോൺകേവ് മിററിന്റെ കേസിൽ മനസ്സിലായല്ലോ, ഫോക്കസും അതുപോലെ തന്നെ ഇതാണ് ഫോക്കൽ ലെങ്ത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്താണ് കോൺവെക്സ് മിററിന്റെ കേസിലും നോക്കാം എങ്ങനെയാണെന്നുള്ളത്. കോൺവെക്സ് മിററിന്റെ ഫോക്കൽ ലെങ്ത്. കോൺവെക്സ് മിറർ കണ്ടല്ലോ എങ്ങനെയായിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ദാ ഈ വരയിട്ടിരിക്കുന്ന പോർഷൻ്റെ റഫ് സർഫസ് ആണ്. ഇവിടെയാണ് ലൈറ്റ് റേസ് വന്ന് വീഴുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിയേ, ലൈറ്റ് റേസ് വന്ന് വീഴുക അല്ലേ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട്. ഇതാ നോക്കിയേ, ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇതാ ഇവിടെ സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. ഇത് പ്രിൻസിപ്പൽ ആക്സിസ് ആണ്, ഇത് പോളാണ്. അപ്പം ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് റേസ് ഓഫ് ലൈറ്റ് ഇവിടെ വന്ന് വീഴുക അല്ലേ. കണ്ടോ, വന്ന് വീണ് ഇവിടെ വന്ന് വീണതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? അത് ഇങ്ങനെ ഇങ്ങോട്ട് പോവുക. ഡൈവേർജ്, നമ്മൾ കോൺവെക്സ് മിററിന്റെ കേസിൽ പറഞ്ഞല്ലേ, ഡൈവേർജ് ചെയ്ത് പോകും കേട്ടോ. ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകും. അപ്പോൾ കോൺകേവ് മിററിന്റെ കേസിൽ മനസ്സിലായല്ലോ ഫോക്കസ് എവിടെയാണെന്നുള്ളത്. അതായത് എല്ലാ ലൈൻസും കൂടെ വന്ന് ജോയിൻ ചെയ്യുന്ന പോയിന്റിനാണ് ഫോക്കസ് നമ്മൾ കണ്ടു.
ഇനി ഇതുപോലെ തന്നെ നമുക്ക് നോക്കാം കോൺവെക്സ് മിററിൻ്റെ കേസിൽ. അപ്പോൾ കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം എന്താണ്, ഒരു സ്പിയറിൻ്റെ പാർട്ടാണല്ലോ അല്ലേ, സ്പിയറിൻ്റെ പാർട്ടാണ്. അതുകൊണ്ട് തന്നെ സെൻറ്റർ ഓഫ് കർവേച്ചർ ഇതായിരിക്കും സെൻറ്റർ ഓഫ് കർവേച്ചർ. അത് നോക്കിയേ, പ്രിൻസിപ്പൽ ആക്സിസ് ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് റേ ഓഫ് ലൈറ്റ് വന്ന് വീഴുകയാണ്. വന്ന് വീണ് കഴിയുമ്പോൾ എന്താണ്, ഇതാണല്ലോ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ റിഫ്ലക്റ്റിംഗ് സർഫസിൽ വന്ന് വീണ് കഴിയുമ്പോൾ അത് നോക്കിയത് ഈ രീതിയിലാണ് പോകുന്നത്. അതായത് ഡൈവേർജ് ചെയ്ത് പോവുകയാണ്, ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്ത് കൂടിച്ചേരുവല്ല ചെയ്യുന്നത്. അത് ഏതോ ഒരു പോയിന്റിൽ നിന്ന് അകന്ന് പോകുന്നതായിട്ടാണ് തോന്നുന്നത്. ആ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ് ആ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പോയിന്റിൽ നിന്നാണ് ആ റേസ് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഇതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. എന്തിൻ്റെ? കോൺവെക്സ് ലെൻസ്. ഇവിടെ നിന്നാണ് അത് വരുന്നത്. കണ്ടില്ലേ, ഇതിങ്ങനെ വന്ന് ഇവിടെ വന്ന് വീണിട്ട് then തിരിച്ചിങ്ങനെയാണ് ഡൈവേർജ് ചെയ്ത് പോകുന്നത്. പക്ഷേ അത് എവിടെ നിന്നാണ് വരുന്നത്? ഈ ഒരു പോയിന്റിൽ നിന്നാണ് വരുന്നത് കേട്ടോ. അത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നമുക്കൊരു എന്താണ്, ഒരു മിഥ്യയാന്നൊക്കെ വേണമെങ്കിൽ പറയാം. മിററിൻ്റെ ബാക്ക് സൈഡിലാണ് അവിടെ ഫോക്കസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഏതോ റേസ് ആണെങ്കിലും ഇങ്ങനെ അടുത്ത റേ ഇവിടെ വന്ന് വീണു. അപ്പോൾ ഇത് എന്ത് സംഭവിക്കുന്നത്? ഇങ്ങനെ ഡൈവേർജ് ചെയ്തു. പക്ഷെ അത് എവിടെ നിന്നാണ് വരുന്നത്? ഈ ഒരു പോയിന്റിൽ നിന്നാണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പം ആ ഒരു പോയിന്റാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ്. അതായത് എവിടെ നിന്നായിട്ട് വരുന്നതാണ്? ഈ പോയിന്റ് നിന്ന്. അപ്പോൾ ഈ പോയിന്റ് എന്തായിട്ട് കണക്കാക്കാം? പ്രിൻസിപ്പൽ ഫോക്കസ് ഇല്ലേ? അതായത് കോൺവെക്സ് മിററിൻ്റെ കേസിലെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഫോക്കസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് വെർച്വൽ എന്ന് പറയും കേട്ടോ. വെർച്വൽ, അതായത് മിഥ്യ എന്ന് പറയും. മിഥ്യയാണ്. നമുക്ക് സ്ക്രീനിൽ നമുക്കതിനെ കിട്ടൂല. സ്ക്രീനിൽ നമുക്ക് ആ ഒരു ഇമേജിന് അവിടെ കിട്ടൂല. ഫോക്കസ് ഇവിടെയാണ്. ഫോക്കസിലാണ് നമ്മൾ കോൺകേമറിൻ്റെ കേസിൽ കണ്ടായിരുന്നല്ലോ, അവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നത്. അവിടെ നമുക്ക് സ്ക്രീൻ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇമേജ് കിട്ടും നമ്മൾ കണ്ട്. പക്ഷേ ഇതെന്നാണ് ഡൈവേർട്ട് ചെയ്ത് പോവാണ്. ഇവിടുന്ന് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് എന്താണ്, സ്ക്രീനിൽ കിട്ടുന്നില്ലാത്തതുകൊണ്ട് അതിനെ നമുക്ക് വെർച്വൽ ഇമേജ് അല്ലെങ്കിൽ മിഥ്യ ഇമേജ് എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു രീതിയിലായിരിക്കും അവിടെ എന്താണ് റേസ് പോകുന്നത്, അതായത് ഡൈവേർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോൺവെക്സ് മിററിൻ്റെ കേസിൽ നമുക്ക് എന്ത് പറയാം? ഇത് ഡൈവേർജ് ചെയ്യുവാണെന്ന് പറയാം. ഡൈവേർജ് എന്ന് പറയും. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം? ഡൈവേർജിങ് മിറർ എന്നാണ് പറയുന്നത് കേട്ടോ. ഡൈവേർജ് ചെയ്ത് പോവുക. മിററും ഉണ്ട്. നിങ്ങളിനി ഹയർ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ലെൻസിനെ കുറിച്ചും പഠിക്കാനുണ്ട് കേട്ടോ. ഡൈവേർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ റേസ് എല്ലാം കേട്ടോ, ഇത് എത്ര റേസ് ഉണ്ട്, ഇതിങ്ങനെ വരുന്നുണ്ടല്ലോ. ഇപ്പം ഈ റേസ് എല്ലാം നമ്മളിങ്ങനെ പുറകോട്ട് നീട്ടി വരയ്ക്കുകയാണെങ്കിൽ അത് ഒരു പോയിന്റിൽ നിന്നാണ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. ഇതെല്ലാം ഒരു പോയിന്റ്. നമുക്ക് ഈ പുറകിലത്തെ ഇത് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മളിങ്ങനെയാണ് റേസ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ അതെല്ലാം കൂടെ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വരുന്ന ലൈൻ ഉണ്ടല്ലോ, നേരെയാണല്ലോ വരുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഒരു പോയിന്റിൽ നിന്നാണ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒരു കോൺവെക്സ് മിററിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായിട്ട് വരുക റേസ് ഓഫ് ലൈറ്റ് എല്ലാം വന്ന് വീഴുക. അതെന്ത് ചെയ്യുന്നത്? ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം എന്താണ്, അത് ഡൈവേർജ് ചെയ്ത് പോകും. പക്ഷെ അത് ഡൈവേർജ് ചെയ്ത് പോകുന്നത് എങ്ങനെയാണ്? പ്രിൻസിപ്പൽ ആക്സിസിൽ ഒരു ബിന്ദുവിൽ നിന്നും വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അവിടെ നിന്നാണ് ആ ലൈൻസ് എല്ലാം അല്ലെങ്കിൽ റിഫ്ലക്ട് റേസ് എല്ലാം അവിടെ ഡൈവേർജ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റിനെ നമുക്ക് എന്ത് പറയാം? പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് മിറർ എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ ആ കാര്യങ്ങളാണ് ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതാ നോക്കൂ കേട്ടോ. ഇൻ എ കോൺവെക്സ് മിറർ ദ ലൈറ്റ് റേസ് ദാറ്റ് ഫോൾ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം എ പർട്ടിക്കുലർ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്. ദിസ് പോയിന്റ് ഈസ് കോൾഡ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദി കോൺവെക്സ് മിറർ. ഇതാണ് കോൺവെക്സ് മിററിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. അതായത് ഒരു പോയിന്റിൽ നിന്നാണ് അത് വരുന്നത്. നമ്മളിങ്ങനെ വരച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ കോൺവെക്സ് മിററാണ്, ഇതാ ഇങ്ങനെ വരച്ചു. അതാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. പാരലായിട്ട് വന്ന് വീണ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? അത് ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്തു പോകും. ഈ ലൈനെ നമ്മളിങ്ങനെ നീട്ടി വരയ്ക്കും. ഇതിങ്ങനെ നീട്ടി വരയ്ക്കുമ്പോൾ ഇവിടെ വന്നു. ഇനി വേറെ റേസ് ഓഫ് ലൈറ്റ് ഇവിടെ വന്ന് വീണു. ഇതെന്താണ്? ഇതാ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ഇതിനെ നമ്മൾ നീട്ടി, ഈ ലൈനെ നമ്മളിങ്ങനെ സ്കെയിലിൻ്റെ വെച്ചിട്ട് നമ്മളിങ്ങനെ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ വരും. വേറെ റേ ഓഫ് ലൈറ്റ് ഇതാ ഇവിടെ വന്ന് വീണു. അതെന്താ ഇങ്ങനെ പോയി. ഇതിനെ നമ്മളിങ്ങനെ നീട്ടി വരച്ച് കഴിയുമ്പോൾ അതാ ഒരു പോയിന്റിൽ നിന്നാണത് വരുന്നതെന്ന് നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെ നീട്ടി വരച്ച് കഴിയുമ്പോൾ ഇതൊരു പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിൽ നിന്നാണ് ഈ ലൈൻ എല്ലാം വരുന്നത്. അപ്പോൾ അതിനെ നമുക്കെന്ത് പറയാം? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയാം. ആ പ്രിൻസിപ്പൽ ഫോക്കസ് എന്തായിരിക്കും? വെർച്വൽ ആയിരിക്കും, മിഥ്യയായിരിക്കും കേട്ടോ. അത് മിററിൻ്റെ ബാക്ക് സൈഡിലാണ് അത് മീറ്റ് ചെയ്യുന്നത്. ശരിക്കും അത് മീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അത് അവിടെ നിന്നാണ് വരുന്നതെന്ന് തോന്നുവാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെർച്വൽ എന്ന് പറയാം. വെർച്വൽ അല്ലെങ്കിൽ മിഥ്യ എന്ന് പറയാം.
ക്ലിയർ ആയല്ലോ. ഇൻ എ കോൺകേവ് മിറർ ദ റേസ് ദാറ്റ് ഫോൾ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് കൺവേർജ് ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി കോട്ട് ഓൺ ദ സ്ക്രീൻ. നമ്മൾ പറഞ്ഞു കോൺകേവ് മിററിന്റെ കേസിൽ എങ്ങനെയാണ് മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികളെ റിഫ്ലക്റ്റ് ചെയ്തതിനു ശേഷം ഒരു സ്ക്രീനിൽ നമുക്കത് കേന്ദ്രീകരിക്കാൻ പറ്റും, സ്ക്രീനിലേക്ക് നമുക്കത് കിട്ടും. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം, റിയൽ ആണെന്ന് പറയാം കേട്ടോ. പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണ്, റിയൽ ആണ്. നമ്മൾ കണ്ടായിരുന്നു റിയൽ ആന്ന് പറഞ്ഞു. പക്ഷേ കോൺവെക്സ് മിററിന്റെ കേസിൽ എങ്ങനെയാണ്, കോൺവെക്സ് മിററിന്റെ കേസിൽ അത് വെർച്വൽ ആണ് കേട്ടോ. വെർച്വൽ അല്ലെങ്കിൽ മിഥ്യ എന്ന് പറയാൻ കാരണം എന്താണ്, റിഫ്ലക്ട് റേസ് ഡൈവേർജ് ചെയ്യുന്നുണ്ട്. ഡൈവേർജ് ആൻഡ് ഓൺലി അപ്പിയേഴ്സ് ടു മീറ്റ് ബിഹൈൻഡ് ദ മിറർ. അത് മിററിന്റെ പുറകിലായിട്ട് മീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുവാണ് ചെയ്യുന്നത് കേട്ടോ. ആക്ച്വലി മീറ്റ് ചെയ്യുന്നുണ്ടോ, ഇല്ല, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെ നിന്ന് വരുന്നതായിട്ട് ഫീൽ ചെയ്യുവാണ് ചെയ്യുന്നത്, തോന്നുവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ്, അത് വെർച്വൽ അല്ലെങ്കിൽ എന്താണ്, മിഥ്യയാന്ന് പറയാം. ഏതിൻ്റെ കേസിൽ, കോൺവെക്സ് മിററിന്റെ കേസിൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്താണ് റീസൺ എന്ന് ചോദിച്ചിട്ടുണ്ട്. ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് മിറർ ഈസ് വെർച്വൽ. വൈ? ബിക്കോസ് ദ റിഫ്ലക്റ്റർ റേസ് ഡൈവേർജ് ആൻഡ് ഓൺലി അപ്പിയേഴ്സ് ടു മീറ്റ് ബിഹൈൻഡ് ദ മിറർ, നോട്ട് ആക്ച്വലി മീറ്റ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫോക്കൽ ലെങ്ത് ആണ് കേട്ടോ. ഫോക്കൽ ലെങ്ത് നമ്മൾ ഓൾറെഡി കണ്ട കാര്യമാണ് അല്ലേ. നമ്മളൊരു മിററിന്റെ കേസിൽ നമ്മൾ കണ്ടായിരുന്നു. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോക്കസും ഇല്ലേ. അതായത് നമ്മൾ കണ്ടിപ്പോൾ കോൺകേവ് മിററിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ, ഇത് കോൺകേവ് മിററിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചർ എവിടെയുണ്ട്, ഇത് പോളാണ്, ഇത് ഫോക്കസ് ആണ്. അപ്പം ഈ ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാം, ഫോക്കൽ ലെങ്ത് എന്ന് പറയാം. ദെൻ ഈ സെന്റർ ഓഫ് കർവേച്ചറും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്താണ്, റേഡിയസ് ഓഫ് കർവേച്ചർ എന്നാണ് പറയുന്നത്. നമ്മൾ കണ്ടതാണ് അല്ലേ. നോക്കാം. In spherical mirrors, the distance from the pole to the principal focus is called focal length. Distance from the pole, ഈ പോളിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനെ നീളമാണ് കേട്ടോ. അതിനെ നമ്മൾ മീറ്ററിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. For a spherical mirrors with a small aperture, focal length will be half of its radius of curvature. അതായത് നമ്മളിപ്പോൾ ഒരു ചെറിയ അപ്പേച്ചർ ഉള്ള ഒരു സ്പെറിക്കൽ മിററാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാ നോക്കിയേ, റേഡിയസ് ഓഫ് കർവേച്ചർ. ഇതാ സി തൊട്ട് ഇവിടം വരെയുള്ള ഏതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ, അതിൻ്റെ ഹാഫ് ആയിരിക്കും കേട്ടോ. ഹാഫ് ആയിരിക്കും എന്ന് പറയാം. അതായത് ഫോക്കസ് എഫ് ഈസ് ഈക്വൽ ടു r/2 ആണ്. അല്ലെങ്കിൽ നമുക്ക് ആറിനെ എങ്ങനെ എഴുതാം, r ഈസ് ഈക്വൽ ടു 2f എന്ന് എഴുതാം. ശരിയല്ലേ. ഇത്ര എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് കറക്റ്റ് മിഡിൽ പോയിന്റ് ആയിട്ട് വരും ഫോക്കസ് എന്ന് പറഞ്ഞിരിക്കുന്നു കേട്ടോ. ഈ സെന്റർ ഓഫ് കർവേച്ചറിൻ്റെയും പോളിൻ്റെയും. അപ്പം എന്താണ്, r എന്ന് പറഞ്ഞിരിക്കുന്നതാണ് 2f ആയിട്ട് നമുക്ക് എടുക്കാം. ഇതിൻ്റെ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഹയർ ക്ലാസ്സുകളിൽ വരുമ്പോൾ ഇതിൻ്റെ ഡെറിവേഷനൊക്കെ പഠിക്കാറുണ്ട്. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ ഹാഫ് ആയിരിക്കും. അതുപോലെ തന്നെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ഡബിൾ ഓഫ് ഫോക്കൽ ലെങ്തും ആയിരിക്കും. ഇത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ ചോദിക്കാറുണ്ട്. അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ക്വസ്റ്റ്യൻ, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാമേ. വാട്ട് വുഡ് ബി ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ കോൺകേവ് മിറർ വിത്ത് ഫോക്കൽ ലെങ്ത് 40 സെൻറ്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് 40 സെൻറ്റിമീറ്റർ ഉള്ള ഒരു കോൺകേവ് മിററിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കുക. അതായത് ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. എഫ് തന്നിട്ടുണ്ട്, 40 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കാം? ആറല്ലേ നമ്മളിപ്പോൾ കണ്ടില്ലേ, r ഈസ് ഈക്വൽ ടു ഏതാണ്, 2f ആണ് ഇക്വേഷൻ. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എഫ് എത്രയാണ്, 40 ആണ്. അപ്പം 80 സെൻറ്റിമീറ്റർ എന്ന് വരും അല്ലേ. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ എത്ര വന്നു, റേഡിയസ് ഓഫ് കർവേച്ചർ r ഈസ് ഈക്വൽ ടു 80 സെൻറ്റിമീറ്റർ എന്ന് വന്നു കേട്ടോ. മീറ്ററിലേക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം കേട്ടോ. മീറ്ററിലേക്ക് ഫോക്കൽ ലെന്ത് നോർമലി മീറ്ററിലാണ് എടുക്കുന്നത്. നമ്മളെപ്പോഴും SI യൂണിറ്റിലാണ്, സ്റ്റാൻഡേർഡ് യൂണിറ്റിലാണല്ലോ റിസൾട്ട് എഴുതുന്നത്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ 80 സെൻറ്റിമീറ്റർ നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിടാം. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 80 സെൻറ്റിമീറ്റർ എന്നും എഴുതിയാൽ മതി. ദാറ്റ് ഈസ് എ ഫോക്കൽ ലെന്ത് കേട്ടോ. അപ്പം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എവിടെയാണ് കോൺവെക്സ് മിററിൻ്റെ കേസിലും കോൺകേവ് മിററിൻ്റെ കേസിലും ഇമേജ് ഉണ്ടാകുന്ന പോയിന്റിനെ നമ്മൾ എന്താണ് പറയുന്നത്, ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസ് എന്നാണ് പറയുന്നത് കേട്ടോ. കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ കോൺകേവ് മിററിൻ്റെ കേസിൽ ഓർത്തോണം, റിയൽ ആയിരിക്കും കേട്ടോ. റിയൽ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതായത് യഥാർത്ഥമായിരിക്കും. കോൺവെക്സ് മിററിൻ്റെ കേസിൽ എങ്ങനെയാണ്, വെർച്വൽ അല്ലെങ്കിൽ മിഥ്യയായിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതും മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഇനി നമുക്കിതിൻ്റെ റേ ഡയഗ്രമാണ്, ഇമേജ് എങ്ങനെയാണ് ഉണ്ടാകുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡിയ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഫോക്കസ് എന്താണ്, ഫോക്കൽ ലെങ്ത് എന്താണ്, റേഡിയസ് ഓഫ് കർവേച്ചർ കേട്ടോ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി ഇരിക്കുക. പിന്നെ നമുക്ക് നോക്കാനുള്ള ഇമേജ് ഫോർമേഷൻ ഇൻ സ്പെറിക്കൽ മിറേഴ്സ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ബാക്കി പാർട്ടുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്